സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിനെത്തും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി ഇന്ന് വയനാട്ടിൽ രാവിലെ 10 കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരും. എൽസ്റ്റോൺ, നെടുമ്പാല എസ്റ്റേറ്റുകൾ മന്ത്രി കെ രാജൻ സന്ദർശിച്ചേക്കും. തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് വേല ഉത്സവത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. വേല ഉത്സവം നാളെയും 5-നും നടക്കുന്നതിനാലാണ് ഇത്. അപേക്ഷ ലഭിച്ചാലുടൻ തീരുമാനമെടുക്കണമെന്ന് ADM-ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇന്ന് 148ാമത് മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷകൻ. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി. ചില പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്താൻ വൈകിയതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾക്ക് നാളെ അവധിയായിരിക്കും. PSC പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ തസ്തികകളുടെയും സിലബസ് 15-ന് പ്രസിദ്ധീകരിക്കും. സൈനിക സ്കൂൾ പ്രവേശനത്തിനുള്ള പരീക്ഷയ്ക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഈ മാസം 13 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. 2025-26 പ്രവേശനത്തിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുക. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം. ഇന്നു മുതൽ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസ ഉന്നതി സ്കോളർഷിപ്പുകൾക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനാവുക. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പാമ്പാടിയിൽ തുടക്കമാകും. കേരള കോൺഗ്രസ് മുന്നണി മാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയുള്ള സമ്മേളനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും സജീവ ചർച്ചയാകും. 5-ാം തീയതി സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും.